50 years ഇൻഡിപെൻഡൻസ് എല്ലാവരും പറയുന്നു, പൊളിറ്റീഷ്യനും അവരും ഇവരൊക്കെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തെന്ന്. ഇങ്ങനെ ആരെങ്കിലും പേരിട്ടുണ്ടോ മക്കളുടെ? അപ്പോൾ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണോ? സർട്ടിഫിക്കറ്റിലല്ല. കാരണം എൻ്റെ മനസ്സിൽ ഇപ്പം എൻ്റെ അച്ഛൻ നമ്പർ 7 എന്ന് ഇട്ടു. അത് ഞാൻ എൻ്റെ ഒരു ഇതിൽ രാജ്യത്തിനോടുള്ള സ്നേഹം കൊണ്ട്. കാരണം ഇപ്പം എൻ്റെ മകൻ നാളെ അവൻ ഇന്ത്യൻ രാജ്യം എൻ്റെ മകൻ ഒരു നല്ല വലിയൊരു ഫിലിം സ്റ്റാർ ആക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ ആ ലൈനിൽ മുമ്പോട്ട് വരാൻ പറ്റില്ല. അവനൊരു നമ്മളെ കൊണ്ട് കഴിയാത്ത നമ്മുടെ മക്കളിലൂടെ ആ സ്വപ്നം സാക്ഷാത്കരിക്കണം. അതാണ് ഏതൊരു പിതാവിന്റെ ആഗ്രഹമാണ്. കാരണം ഏതൊരു പിതാവും മനസ്സിലാഗ്രഹിക്കുന്നത് എനിക്ക് സാധിക്കാത്ത എൻ്റെ മക്കളിൽ കൂടെ സാധിക്കണമെന്നാണ്. അതെൻ്റെ സ്വാമിയുടെ ഒരു ഇതാണ്. എൻ്റെ മെഡിറ്റേഷൻ പവറിൽ ഞാൻ എപ്പോൾ ജയിക്കാം മെഡിറ്റേഷൻ ചെയ്യണമെന്ന് എനിക്ക് അറിയാം. പെട്ടെന്ന് ഇന്നൊരു സന്തോഷം ഇതെന്ന് പറഞ്ഞ് നാളെ എന്താവാൻ പോകണമെന്ന് എനിക്ക് ഇതിനെ കൊണ്ട് പറയാൻ പറ്റും. കാരണം അത് വന്ന് വല്ലവരും ചോദിച്ചിട്ടല്ല, അത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ നാളെ ആവുമെന്ന് അങ്ങനത്തെ ഒരു അറിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസമായി ഇനിയൊരു പവർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതായാൽ നാളെ എന്തൊക്കെയാണ് ലോകത്ത് നടക്കാൻ പോകണമെന്ന് എനിക്ക് പറയാൻ അങ്ങനത്തെ ഒരു അച്ചീവ്മെൻ്റ് ഉണ്ട്. പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ മാഡം, വളരെ സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുവപ്പും വെളുപ്പും നിറഞ്ഞൊരു ഫാമിലിയാണ് ഇപ്പോൾ. അപ്പോൾ ഒരു വ്യത്യസ്തനായ ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം. ആ ആളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുക, അതിലേക്ക് വരിക. അപ്പോൾ എങ്ങനെ അങ്ങനെ ഒരു തീരുമാനം നേരത്തെ എടുത്തോ? ആദ്യം മുതലേ എനിക്ക് അറിയായിരുന്നു, ഞങ്ങൾ സിദ്ധാശ്രമത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് വൈറ്റ് ഡ്രസ് ഇടുള്ളൂന്ന് അറിയായിരുന്നു എനിക്ക്. പിന്നെ പേരും നമ്പർ 7 ആണെന്നൊക്കെ അറിയായിരുന്നു. അതെ. അപ്പോൾ ആദ്യമായിട്ട് കാണാൻ വരുന്നത് എപ്പോഴായിരുന്നു? ആശ്രമത്തിൽ വെച്ചാണ് കണ്ടത്? ആശ്രമത്തിലല്ല, ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോഴേ ഇഷ്ടപ്പെടാൻ തുടങ്ങി? ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് വളർത്തിയതൊക്കെ ഹാസനിലായതുകൊണ്ട്. ജനിച്ച നാട് ഹാസന അല്ല, നാട് ഹാസനാണെങ്കിലും മലയാളം അച്ഛന്റെ നാട് ഗുരുവായൂർ. ഓക്കെ. അവിടെ പക്ഷെ മിസ്റ്റർ സെവൻ രാജിനെ പോലെ തന്നെ ജനിച്ചതും കർണാടകത്തിൽ തന്നെ, ബാംഗ്ലൂരിലാണ് മറ്റേ ഹാസനിലാണെന്നുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ വളരെ ചെറുപ്പം നാൾ മുതലേ കാണുമായിരുന്നു. അപ്പോൾ ആളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഒരുപക്ഷെ നേരത്തെ അറിയാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു ക്വാളിറ്റീസ് ആയിരുന്നു. സിദ്ധാശ്രമത്തില് ഞങ്ങള് വിശ്വസിക്കുന്നതുകൊണ്ട് കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, വെജിറ്റേറിയൻ, ഞങ്ങളുടെ പോലെ വെജിറ്റേറിയൻ ആണ്. അഡ്ജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ കേരള അല്ല, ബാംഗ്ലൂരാണ്, കർണാടക തന്നെയാണ്. അപ്പൊ കന്നഡ അറിയാം. അപ്പൊ ഒരു ഫംഗ്ഷനിൽ പോകുമ്പോ വർണ്ണം നല്ല നിറമുള്ള സാരികൾ, ചുരിദാറുകൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായി അണിഞ്ഞ് കല്യാണത്തിനും ഫംഗ്ഷനും പോകാനായിട്ടുള്ള ഒരു ആഗ്രഹം ഏത് സ്ത്രീക്കും ഉണ്ടാവും. അപ്പോൾ ഒരു വെളുപ്പും ചുവപ്പും നിറഞ്ഞ എപ്പോഴും ഒരു സ്റ്റൈലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചു? ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ എനിക്കും തോന്നി അതുപോലെ ഞങ്ങൾ ഡ്രസ് ചെയ്താൽ ഞങ്ങളെയും തിരിച്ചറിയും. അപ്പോൾ ഒരുപോലെ ഡ്രസ് ചെയ്യുമ്പോൾ ആൾക്കാർ നോക്കും. ഒരു സെലിബ്രിറ്റി ഒരു ട്രീറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത് പോയാലും. അതുകൊണ്ട് സന്തോഷമാണ്. എപ്പോഴും ഇല്ലെങ്കിലും കൂടെ പോകുമ്പോ റെഡ് ആൻഡ് വൈറ്റ് ധരിക്കാന്ന്. അപ്പൊ ഇതൊരു അടിച്ചേൽപ്പിച്ചല്ല, അല്ല ഒരുപക്ഷെ മിസ്റ്റർ സെവൻ രാജ് ഇത് ഇട്ടേ പറ്റൂ എന്ന് പറഞ്ഞല്ല. ഇത് നമ്മൾ അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഒരു സെലിബ്രിറ്റിയുടെ വൈഫ് എന്ന് പറയാൻ വളരെ സന്തോഷം തോന്നുന്നു, അല്ലേ? അപ്പൊ ഇപ്പൊ ഒരു ഫാമിലി മൊത്തം റെഡ് ആൻഡ് വൈറ്റ് കുടുംബം എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് ഒരു പുരുഷന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു സ്ത്രീയാണ്. ഏതൊരു പുരുഷന്റെ വിജയം എടുക്കുകയാണെങ്കിൽ ഏതൊരു സക്സസ്ഫുൾ മാൻ എന്നുള്ള ബിഹൈൻഡ് ഒരു വുമനാണ്. അപ്പോൾ ആ വുമന് ഒരുപാട് റോൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുണ്ട്, സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ മാഡം എന്ത് സപ്പോർട്ടാണ് മിസ്റ്റർ സെവൻ രാജിന് നൽകുന്നത്? എന്റെ സപ്പോർട്ട് കോൺഫിഡൻസ്, അവരെ കോൺഫിഡൻസ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എപ്പോഴും സപ്പോർട്ട് ചെയ്യും, സിൻസിയാരിറ്റിയിൽ നിലനിൽക്കാൻ. ഭരത് രാജ് അല്ലേ? അച്ഛന്റെ സ്വപ്നം അച്ഛൻ പറഞ്ഞ എന്താണെന്നറിയോ? നല്ലൊരു ആക്ടർ ആക്കണമെന്നാണ്, നല്ലൊരു ഡാൻസറാണ് മിസ്റ്റർ ഭരത്, അല്ലേ? അപ്പോൾ അച്ഛന്റെ സ്വപ്നത്തെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ പറ്റും? ആ ഡ്രീം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും എങ്ങനെ? ഞാൻ ഫസ്റ്റ് പഠിത്തം തീർക്കണം. അതാണ് എൻ്റെ ഇപ്പോൾ മെയിൻ ഇന്റൻഷൻ. അത് കഴിഞ്ഞിട്ട് എന്ത് വരും ഓപ്പർച്യൂണിറ്റീസ് എന്ത് കിട്ടും, വാട്ട് കംസ് മൈ വേ,
അത് അനുസരിച്ചിട്ട് ഞാൻ നോക്കും. അപ്പോ ഇന്ത്യൻ രാജ് എന്നാണ് ഫസ്റ്റ് ഇട്ട പേര് അല്ലേ? അപ്പൊ സ്കൂളിൽ എല്ലാരും അങ്ങനെ വിളിക്കാറുണ്ടോ ഇന്ത്യൻ രാജ്? സ്കൂളിൽ ആർക്കും അറിയില്ല. ഇത് വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ്, 4 പേർക്കും മാത്രം അറിയാന്നുള്ളത് ആണല്ലേ? വേറെ ആർക്കും അറിയില്ല. ഈ അച്ഛൻ റെഡ് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് മക്കളിലും അത് അഡോപ്റ്റ് ചെയ്ത് മാറ്റി കേട്ടോ. ഇപ്പൊ നിങ്ങളും റെഡ് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ മറ്റുള്ളവർ കളിയാക്കി ചിരിക്കാറുണ്ടോ? അതൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പോ അതൊന്നും കാര്യത്തിൽ എടുക്കില്ല ഞങ്ങള്. നൗ ദാറ്റ് വി ആർ പ്രൗഡ്. ഞങ്ങൾക്ക് ആശ്വാസം, ഡാഡി എന്തോ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ഗുഡ് തിങ്. അത് ഒരു നല്ല സാധനമാണ്. അതിന് എന്ത് പറയണോ അതൊന്നും എടുക്കില്ല ഞങ്ങൾ. ആരെന്ത് പറഞ്ഞാലും എൻകറേജ് ചെയ്യുന്ന ആ ഒരു പാർട്ട് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ അല്ലെ? ഡിസ്കറേജ് ചെയ്യുന്ന നമ്മൾ നോക്കാറില്ല. പക്ഷെ അച്ഛൻ, ഡാഡിയുടെ ഒരു ഏറ്റവും വലിയ ഡ്രീം, ഇയാളൊരു ഡാഡിക്ക് ആക്ടർ ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു 10 സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു. പക്ഷെ ഇനി എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കേണ്ടത് എന്റെ മോനിലൂടെയാണ് എന്നാണ് ഡാഡി പറഞ്ഞത്. അത് എത്രത്തോളം നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും? എനിക്കും ഇഷ്ടമുണ്ട്. ഞാൻ ഒരു നല്ല ഡാൻസറാണ്. ഞാൻ ഡാൻസിങ് ത്രൂ ആക്ടേഴ്സ് കണ്ടിട്ട് കോപ്പി ചെയ്തിട്ട് ഡാൻസ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ആക്ടിങ് ചെയ്യാനും ഒരു സീക്രട്ടായ ഇതുണ്ട്, ഹോബി. അതിനെ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും ഞാൻ. അച്ഛന്റെ ആഗ്രഹത്തിനനുസരിച്ച് വളരും അല്ലെ? വെജിറ്റേറിയൻ അല്ലെ? വെജിറ്റേറിയൻ തന്നെയാണ് അത്. ഇനി നമ്മൾ വളർന്ന് വലുതാവുമ്പോഴും അത് തന്നെയായിരിക്കും. അതിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ. മനീഷ 7 രാജ്, 7 രാജ് അല്ലേ? അപ്പൊ അച്ഛൻ 7 നമ്പർ 7 രാജ്. അപ്പൊ ഇത് സ്കൂളില് അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? അങ്ങനെ തന്നെ. ഓക്കെ. നല്ലൊരു ഡാൻസർ ആണല്ലേ അച്ഛനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം, അമ്മയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഇഷ്ടം. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യം അതാണ്. ഈക്വൽ ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷെ ഏറ്റവും കൂടുതൽ ആരെയാണ്? രണ്ടുപേരും. അതിൽ മാറ്റമല്ല, ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലേ? ഫ്രെയിമിൽ അവരില്ല. ഇല്ല, രണ്ടുപേരും ഒരുപോലെയാണ് അല്ലേ? അപ്പൊ എത്രത്തോളമാണ് നമ്മുടെ അച്ഛൻ ഈ റെഡ് ആൻഡ് വൈറ്റ് ഈ കളറിനോടുള്ള ആ ഇഷ്ടം? മോക്ക് എത്രത്തോളാണ് മോക്ക് അതിലിഷ്ടം? എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എപ്പോഴും ഇടുന്നത് അതൊക്കെ ഇഷ്ടമല്ല. വെരി ഗുഡ്. കാരണം എന്താ വെച്ചാൽ ഒരാളെ എനിക്ക് കിട്ടി ഇതിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഇടുന്നതിൽ ഇഷ്ടമല്ല അല്ലേ? അപ്പൊ അച്ഛനുമായിട്ട് വഴക്കൂടാറുണ്ടോ? ഇല്ല, അതൊക്കെ അച്ഛൻ പറയുമ്പോ അപ്പൊ ഇടും. എപ്പോഴും നമുക്ക് ഈ കളറ് അച്ഛൻ ഞങ്ങളുടെ ഫോഴ്സ് ചെയ്യില്ല ഇടാൻ. ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടോളൂ, ഇല്ലെങ്കിൽ വേണ്ട. എന്നാലും എപ്പോഴും ഇടാറുണ്ട് അല്ലേ? അച്ഛന്റെ ഈ കളറിനോടൊക്കെ മോക്ക് ഇഷ്ടമാണോ? ആണ്. റൂമിലൊക്കെ ഈ കളർ തന്നെയാണ്, റെഡ് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ എത്രത്തോളമാണ് അച്ഛന്റെ ക്വാളിറ്റീസ്? കാരണം അച്ഛൻ വളരെ സിൻസിയറാണ്, വളരെ സത്യസന്ധനാണ്. അതൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി അത് നമ്മളെ അച്ഛനെ എത്ര റോൾ മോഡലായിട്ട് എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നു? അച്ഛൻ ഫസ്റ്റ് ഭയങ്കര ഓപ്പൺ ആണ്, ഭയങ്കര സിൻസിയർ ആണ്, ഭയങ്കര ലവിങ് ആണ്. എല്ലാം എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു തരും. അപ്പോ അച്ഛൻ ഭയങ്കര നല്ലതാണ്. സ്കൂളില് ആരും കളിയാക്കില്ല. എന്റെ സ്കൂളില് എല്ലാരും അച്ഛന്റെ ഫാനാണ്. എല്ലാരും ഫാനാക്കി മാറ്റി മോള് ആണല്ലേ? സ്കൂളിലാക്കി. അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണമല്ലോ. ഒരു മൊത്തം കുട്ടികളൊക്കെ അവിടെ ഫാൻ ആവണമെങ്കിൽ മോൾ അവിടെ അച്ഛനെ കുറിച്ച് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതാണ് സത്യം. വലിയൊരു സപ്പോർട്ട്, കുടുംബത്തിന്റെ സപ്പോർട്ട്. ഏതൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു സപ്പോർട്ടാണ് തൻ്റെ കുടുംബം എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യുക. അത് താങ്കൾക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ടിരുന്ന കാരണം എൻ്റെ മക്കളിന് ഭയങ്കര സന്തോഷമാണ്. മക്കളുടെ സപ്പോർട്ടുണ്ട്. അതുപോലെ എൻ്റെ മക്കളിന് എന്ത് തന്നെ വേണമെന്ന് പറഞ്ഞ് അവരുടെ അംബീഷൻ എന്താ ഉണ്ട് അതൊക്കെ ഞാൻ ഫുൾഫിൽ ചെയ്യണം. കാരണം എനിക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ അച്ഛനെ കൊണ്ട് ആ ടൈമിൽ ചെയ്യാത്തത്. ഇപ്പോൾ എനിക്ക് ആ ഫെസിലിറ്റീസ് ഇരിക്കുന്ന കാരണം എൻ്റെ മക്കളിന് എന്തൊക്കെ വേണം, പഠിക്കണം, ആദ്യം പഠിപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ മോന് ഡാൻസർ ആവണം, അവന് ഡാൻസിന് എന്തൊക്കെ വേണം എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതേപോലെ എൻ്റെ മോളിന് എന്തൊക്കെ വേണം എല്ലാം ചെയ്ത് കൊടുക്കും. കാരണം എല്ലാവരും ഓരോരോ അംബീഷനുണ്ട്, ഇങ്ങനെ ആവണം അങ്ങനെ ആവണം. അപ്പോൾ എൻ്റെ മോനെ ഒരു നല്ല ആക്ടർ ആക്കണമെന്ന് ഒരു അംബീഷൻ ഉണ്ട്. എനിക്ക് കുറച്ച് കോൺടാക്ട്സ് കൂടുതലുണ്ട്. അപ്പോൾ അത് കാരണം അവൻ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അവൻ എന്തൊക്കെ വേണം എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. ഓക്കെ. ഇത് കൂടാതെ ഒരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. കമ്പനീൻ്റെ പേര് വന്ന് CMED.in, SEA
med.in എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കൂടുതൽ ത്രൂ ഔട്ട് ഇന്ത്യയിൽ ഐ ആം ദ ഓൺലി ഏജൻറ്റ്. ആൾക്കാരിന് ഡോക്ടർ പഠിക്കാനായിട്ട് പനാമ എന്ന് പറഞ്ഞ കൺട്രി, അത് സെൻട്രൽ അമേരിക്കയിലാണ്. അവിടെ ഡോക്ടർ പഠിപ്പിക്കാനായിട്ട് ഒരു വലിയ ഏജൻസി എടുത്തിട്ടുണ്ട്. അത് ഫോറിനിൽ ആരെങ്കിലും മെഡിക്കൽ പഠിക്കണമെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കാൻ അതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലൈഫ് ലാസ്റ്റ് വരെ ഒരു സക്സസ്ഫുൾ ആണോ? 100% സക്സസ്ഫുൾ ആക്കും, ആയില്ലെങ്കിലും ആക്കും. അല്ല, ഇപ്പൊ വരെ 100% ആയി. ആണ്. കാരണം ഇത് കുറേ ചെറുപ്പം മുതൽ ഇങ്ങനെ തന്നെ ആവണം എന്ന് ഇങ്ങനെ ഒരു ചാലഞ്ചായിരുന്നു. ഇറ്റ്സ് എ ബിഗ് അംബിഷൻ, ബട്ട് സെവൻ രാജ് വിൽ അച്ചീവ്. ത്രൂ ഔട്ട് വേൾഡ് പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് നമ്പർ 7. ഓക്കെ, ആൻഡ് റെഡ് ആൻഡ് വൈറ്റ്. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നന്ദി. അങ്ങനെ ആയിരിക്കട്ടെ, എല്ലാവരും നല്ലതാവട്ടെ. ഒരു ജാതി മതം ഇരിക്കാൻ പാടില്ല ലോകത്ത്. പീപ്പിൾ ഷുഡ് ഹാവ് പീസ് ഓഫ് മൈൻഡ്. ഓക്കെ, മോർ ദൻ മണി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സന്മനസ്സുള്ളവർക്ക് സമാധാനം. ഏത് ജാതിയും മതവും ആയിരുന്നാലും ഈ ലോകത്ത് മനുഷ്യന് സമാധാനം. അതായിരുന്നു മിസ്റ്റർ സെവൻ രാജ് ഈ ഇന്റർവ്യൂവിൽ അവസാനമായി നിങ്ങളോട് പറഞ്ഞത്. എല്ലാവിധ അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.